അനുരാഗതീരം ഭാഗം 8. രചന അഭിരാമി. ഞാനെന്നാ പോകട്ടെ. ഇനിയും അവളുടെ മുന്നിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ടെന്ന പോലെ അവൻ വേഗം പുറത്തേക്ക് പോകാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞതും അവൻ്റെ ഇടന്തോള് തുറന്നു കിടന്ന കതകിൽ ശക്തിയിലിടിച്ചു. കർത്താവേ! മദ്യപിക്കുക കൂടി ചെയ്തതുകൊണ്ട് ബാലൻസ് തെറ്റി വീഴാൻ തുടങ്ങിയതും വെപ്രാളത്തിൽ ദേവി കയറി പിടിച്ചത് അനുരാധയുടെ തോളിലായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവളും അവനെ വീഴാതെ താങ്ങി നിർത്തി. ഇപ്പോൾ ദേവിയുടെ ഒരു കൈ അനുരാധയുടെ തോളിലും മറ്റേത് വാതിൽപ്പടിയിലുമായിരുന്നു. ആ നിൽപ്പിൽ ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. കരിയെഴുതാത്ത അവളുടെ വിടർന്ന മിഴികളും തിളങ്ങുന്ന കവിളും നനുത്ത ചൊടികളുമെല്ലാം ദേവി കൗതുകത്തോടെ നോക്കി നിന്നു. നോവുന്നു. വല്ലാതെ നേർത്തുപോയ അനുരാധയുടെ സ്വരം കേട്ടപ്പോഴായിരുന്നു ദേവി സ്വബോധത്തിലേക്ക് വന്നതും അവളിൽ നിന്നും കണ്ണുകൾ പറിച്ചതും. എന്താ? എൻ്റെ കൈ നോവുന്നു. ദേവിയുടെ പിടുത്തം മുറുകിയിരുന്ന തോളിലേക്ക് കണ്ണുകൊണ്ട് കാട്ടി അവൾ മൊഴിഞ്ഞു. അയ്യോ സോറി, ഞാൻ പെട്ടെന്ന് ഏതാണ്ടോ ഓർത്തുപോയി. അവൻ വേഗം അവളെ പിടിവിട്ട് ഒതുങ്ങി നിന്നു. അനുരാധയും വല്ലാത്തൊരവസ്ഥയിൽ അവനെ അഭിമുഖീകരിക്കാൻ കഴിയാഞ്ഞിട്ടെന്ന പോലെ വിമ്മിഷ്ടപ്പെട്ടു നിന്നു. രണ്ടുപേർക്കും ആ നേരത്തെന്താ പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനെന്നാ പോയേക്കുക. ഇയാള് ദേവി വിക്കി. അനുരാധ കണ്ണു മാത്രം ഉയർത്തി അവനെ ഒന്ന് നോക്കിയിട്ട് വേഗം നോട്ടം മാറ്റിക്കളഞ്ഞു. പുറത്തേക്ക് പോകാൻ തുടങ്ങിയ ദേവി പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അനുരാധേ! അപ്പോഴും മുഖമുയർത്താൻ മടിച്ച് നിൽക്കുന്നവളെ തന്നെ നോക്കി നിന്നുകൊണ്ട് അവൻ വിളിച്ചതും അനുരാധ ഞെട്ടിയിട്ടെന്ന പോലെ അവനെ നോക്കി. എനിക്ക് ഈ വളച്ചു കെട്ടി ചോദിക്കാനൊന്നും അറിയത്തില്ല, താല്പര്യവുമില്ല. അതുകൊണ്ട് നേരെ അങ്ങ് ചോദിക്കുക. അവൻ്റെ മുഖവുര കേട്ടതും അനുരാധയിൽ ഒരു വിറയൽ പടർന്നു. അവളുടെ കൈകൾ പരസ്പരം മുറുകി. എന്താ അവന് ചോദിക്കാനുള്ളതെന്നറിയാതെ ഉള്ളം വെമ്പി. പക്ഷേ ചോദിക്കാൻ നാവ് പൊന്തിയതുമില്ല. അതുകൊണ്ട് മാത്രം അവനായി പറയട്ടെന്ന് കരുതി കാത്തുനിന്നു. നീ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയത്തില്ല. തൽക്കാലം ഞാനതൊന്നും അന്വേഷിക്കുന്നുമില്ല. ഈ മിന്നിൻ്റെ ബലത്തിൽ നീ എൻ്റെ കെട്ടിയോളാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അവൻ്റെ ആ ചോദ്യം കേട്ട് അനുരാധയ്ക്ക് നെഞ്ചിലൊരു വീർപ്പുമുട്ടൽ തോന്നിപ്പോയി. പക്ഷേ മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അതിപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ നാട്ടു നടപ്പ്. പിന്നെ നമ്മുടെ കാര്യത്തിൽ മാത്രം എന്താ ഒരു സംശയം? അവൾക്കപ്പോൾ അങ്ങനെ ചോദിക്കാനായിരുന്നു തോന്നിയത്. പക്ഷേ ആ ചോദ്യം ദേവിയുടെ ചുടികളിൽ ഒരു നേർത്ത പുഞ്ചിരി വിടർത്തി. എങ്കിലും അവൻ കണ്ണുകൾ വിടർത്തി അവളെ നോക്കി. അല്ല, അത് പിന്നെ എല്ലാവരുടെയും പോലൊന്നും അല്ലല്ലോ നമ്മുടെ കാര്യം. അതുകൊണ്ടാ ഞാൻ. അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിലും ദേവിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. തൻ്റെ കൈകൊണ്ട് കെട്ടിയ മിന്ന് വെറുമൊരു കളിപ്പാട്ടത്തിന് സമമാകുന്നതിനെക്കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും സാധ്യമായിരുന്നില്ല. പക്ഷേ അക്കാര്യം പറഞ്ഞ് ഒരു പെൺകുട്ടിയെ തന്നിലേക്ക് തളച്ചിടാനും കഴിയില്ല. പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന നേരത്ത് തൻ്റെ ജീവിതത്തിലേക്ക് വന്ന അനുരാധയെ. ഉള്ളിൽ തിങ്ങി നിറഞ്ഞ് വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്ന ചിന്തകളുടെ ഭാരമെല്ലാം അവളുടെ മറുപടിയിൽ ആവിയായി പോയതുപോലെ തോന്നിയ ദേവി പതിയെ പുഞ്ചിരിച്ചു. എന്നെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ലേ? ഇല്ല, അതൊക്കെ നേരം കിട്ടുന്നതിനനുസരിച്ച് പയ്യെ പറഞ്ഞേച്ചാൽ മതി. അന്നേരം കേട്ടോളാം. തൽക്കാലം എനിക്കൊന്നു മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. അനുരാധയുടെ ജീവിതത്തിൽ ഡേവിഡ് എബ്രഹാം കോശിയല്ലാതെ മറ്റൊരു പുരുഷനുണ്ടോ എന്ന് മാത്രം. അതില്ലല്ലോ. അവൻ്റെ ചോദ്യത്തിന് മറുപടിയായി അനുരാധ വിലങ്ങനെ തലയാട്ടി. അത് കേട്ടതും ദേവിയുടെ മനസ്സൊന്ന് തണുത്തു. പിന്നീടൊരു സംസാരത്തിന് നിൽക്കാതെ ദേവി ഒരു ചിരിയോടെ വാതിൽ ചാരി പുറത്തേക്ക് പോയി. ദേവി പുറത്തേക്കിറങ്ങി വരുമ്പോഴും എബ്രഹാമും റോസ്ലിനും അതേ ഇരിപ്പ് തന്നെയായിരുന്നു. എങ്കിലും അവരുടെ ശ്രദ്ധ അകത്തേക്ക് തന്നെയായിരുന്നു. അത് കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ദേവി പുറത്തേക്ക് വന്നതും. എന്നതാടാ നിനക്കൊരിളക്കം? പോയ പോലെ അല്ലല്ലോ തിരിച്ചു വന്നത്? ഒരു പുഞ്ചിരിയോടെ ഇറങ്ങി വരുന്നവനെ കണ്ട് ഭാര്യയെ ഒന്ന് നോക്കിയിട്ട് എബ്രഹാം ചോദിച്ചു. അതെ, ഈ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന കാർന്നോമാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. എരണം കെട്ടവനെ, കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്നത് നിൻ്റെ തന്തയാടാ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ചൊടുപ്പിൽ പറഞ്ഞ എബ്രഹാമിനെ പുച്ഛിച്ചുകൊണ്ട് ദേവി പിറുപിറുത്തു. എടാ, ഞാൻ തന്നെ പടച്ചതായിപ്പോയി അല്ലേ, കാണാമായിരുന്നു. എബ്രഹാമും പുച്ഛം വാരി വിതറി. മതി രണ്ടും കൂടെ. എന്നാടാ ചെറുക്കാ ഉണ്ടായത്? റോസ്ലിൻ അനുനയ ഭാവത്തിൽ ചോദിച്ചു. എന്നാ ഉണ്ടാവാനാ? എനിക്കെൻ്റെ കെട്ടിയോളെ ഒന്ന് കാണാൻ തോന്നി, കണ്ടേച്ചും പോന്നു. അല്ലാതെ എന്നതാ? എബ്രഹാമിനെ ഏറുകണ്ണിട്ട് നോക്കി അവൻ നിസ്സാര ഭാവത്തിൽ പറഞ്ഞു. എന്നതാണോ എന്തോ കെട്ടിയോളൊക്കെ ഉണ്ടായത്? എബ്രഹാം പിറുപിറുത്തു. കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോടടുത്ത് കാണും. ഞാൻ ഇല്ല നേരം. രണ്ടും കൂടെ ഒന്ന് നിർത്തിക്കേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റോസ്ലിൻ സഹി കെട്ടതുപോലെ പറഞ്ഞു. കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല.
കെട്ടിയത് ഇരുട്ടത്ത് പെരുവഴി വെച്ചാണേലും മാളിയേക്കലെ മരുമകളുടെ സ്ഥാനത്തിനി ആ അകത്തിരിക്കുന്നവൾ തന്നെയായിരിക്കും അനുരാധ. മീശത്തുമ്പിൽ നാവുകൊണ്ടൊന്ന് തഴുകി പുഞ്ചിരിയോടെ അവൻ പറഞ്ഞതും റോസ്ലിനും എബ്രഹാമും ഇതെന്ത് മറുമായം എന്ന മട്ടിൽ പരസ്പരം നോക്കി. അടുത്ത നിമിഷം റോസ്ലിൻ്റെ മുഖത്തെ വെപ്രാളം പടർന്നു. എടാ കൊച്ചേ, എന്നാലും ആ കൊച്ചെ ഏതാന്ന് പോലും നമുക്കറിയത്തില്ലല്ലോ. റോസ്ലിൻ ആവലാതിപ്പെട്ടു. അതൊക്കെ പതിയെ അറിയാം മമ്മി, അവൾ പറയും. അതുവരെ ഒന്നും ചോദിക്കണ്ട. തൽക്കാലം എല്ലാത്തിനോടും ഒന്ന് പൊരുത്തപ്പെടാൻ അവൾക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ്. അതുകൊണ്ട് തൽക്കാലം മമ്മി കൂടുതലൊന്നും ആലോചിച്ച് തല പുകയ്ക്കാതെ പൊന്നു മനസ്സോടെ അവളെ അങ്ങ് മരുമോളായിട്ട് അംഗീകരിച്ചേക്ക്. വേറെ ചിലർക്കും അതാകാം. അവസാനം എബ്രഹാമിനെ നോക്കി അവൻ പറഞ്ഞു നിർത്തി. വാ, ഉത്തരവ്. ഉടനെ മറുപടിയും എത്തി. പക്ഷേ അപ്പോഴും ഒരന്തവും കുന്തവും ഇല്ലാതെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയായിരുന്നു റോസ്ലിൻ. ഡേവി പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു മൂളിപ്പാട്ടും പാടി അകത്തേക്ക് കയറിപ്പോയി. എന്നതൊക്കെ ഏച്ചായി നടക്കുന്നത്? അവൻ്റെ പോക്ക് നോക്കി ചിരിയോടെ ഇരിക്കുന്ന എബ്രഹാമിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റോസ്ലിൻ ആദിപ്പെട്ടു. കൂടുതലൊന്നും നടക്കാനില്ലെൻ്റെ റോസിക്കൊച്ചേ. നമ്മുടെ പുന്നാര മോനാ പെങ്കൊച്ചിനെ കൂടെ പൊറുപ്പിക്കും, അത്ര തന്നെ. അതിലിപ്പോൾ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കാൻ എന്തുവാ? എബ്രഹാം നിസ്സാരവൽക്കരിച്ചു. നിങ്ങളെന്തോ മനുഷ്യ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ആ പെങ്കൊച്ച് ഏതാന്ന് പോലും അറിയാതെ. എൻ്റെ റോസി, നീ ഒന്നടങ്ങ്. അവൻ പറഞ്ഞത് കേട്ടില്ലയോ? പിന്നെ നിനക്കെന്നാത്തിനാ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നത്? അല്ലേ തന്നെ പരസ്പരം അറിഞ്ഞിട്ടാണോ എല്ലാവരും കിട്ടുന്നത്? അതൊക്കെ പയ്യെ പയ്യെ അങ്ങ് അറിഞ്ഞോളും. നീ സമാധാനപ്പെട്ടിരേടി. എബ്രഹാം കൂടി പറഞ്ഞതോടെ റോസ്ലിൻ പിന്നീടൊന്നും പറയാൻ നിന്നില്ലെങ്കിലും അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ഭയങ്ങൾ പണം വിടർത്തിയാടുക തന്നെയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അനുരാധയും കൂട്ടി പുറത്തേക്കിറങ്ങിയതായിരുന്നു ഡേവി. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുകയും പിന്നെ അവളോടുള്ള അപരിചിതത്വം കുറയ്ക്കാൻ ഒന്നടുത്ത് ഇടപഴകുകയുമൊക്കെ ആയിരുന്നു ലക്ഷ്യം. ഡേവിയുടെ ജീപ്പിലായിരുന്നു അവരുടെ പോക്ക്. കാർ എടുത്താൽ പോയാൽ മതിയെന്ന് എബ്രഹാമും റോസ്ലിനും പറഞ്ഞെങ്കിലും ജീപ്പ് മതിയെന്നുള്ളത് ഡേവിയുടെ മാത്രം തീരുമാനമായിരുന്നു. ഈ യാത്രയിലൂടെ അനുരാധ തങ്ങളുടെ നാട്ടുകാർക്കിടയിൽ ഒരു സംസാര വിഷയമാവുകയും അതിൻ്റെ മറുപടിയായി അവളെ തൻ്റേതെന്ന് പരിചയപ്പെടുത്തുകയും ഒക്കെ വേണമെന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ജീപ്പിൽ പോക്ക്. ഡേവി പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങിയത് മുതൽ തൻ്റെ ഒപ്പം ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന പെണ്ണിൽ തന്നെയായിരുന്നു ആളുകളുടെ ശ്രദ്ധ. ഇന്നലെ വരെ ഒറ്റക്കൊമ്പനെ പോലെ നാടിളക്കി നടന്നിരുന്ന ഡേവിക്കൊപ്പം ഒരു രാവിരുട്ടി വെളുത്തപ്പോഴേക്കും ഒരു പെണ്ണ് വന്നത് നാട്ടിലാകെ പടരാൻ അധിക സമയമൊന്നും എടുത്തില്ല. ഡേവി ഏതോ പെണ്ണുമായി പ്രണയത്തിലായിരുന്നുവെന്നും അവൻ അവളെ രായ്ക്ക് രാമാനം കടത്തിക്കൊണ്ടു വന്നെന്നും തുടങ്ങി അവനെ ആ പെണ്ണിനെയും കൂടെ രാത്രി എവിടുന്നോ പിടിച്ചതാണെന്നും അതോടെ പിടിച്ച പിടിയാലെ കെട്ട് നടത്തിയതാണെന്ന് വരെ കഥകൾ പടർന്നു. ഒടുവിൽ പലരും നേരിട്ട് സംശയം തീർക്കാനായി റോസ്ലിനെയും എബ്രഹാമിനെയും ഫോൺ വിളിച്ചു വരെ തിരക്കി. ഇരുവരും അതിന് മറുപടിയായി ഡേവിയുടെ ഭാര്യയാണ് അനുരാധ, കെട്ടൊക്കെ അവളുടെ നാട്ടിൽ വെച്ച് പെട്ടെന്നായിരുന്നു എന്ന് മാത്രം പറഞ്ഞൊഴിഞ്ഞു. പക്ഷേ ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ ടൗണിലെ മാളിൽ ഷോപ്പിംഗ് തിരക്കിലായിരുന്നു ഡേവിയും അനുരാധയും. അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സും ചെരുപ്പും അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങളും പിന്നൊരു ചെറിയ ബാഗും ഒക്കെയായിരുന്നു വാങ്ങിയത്. അതൊക്കെ ആവശ്യമായിരുന്നെങ്കിലും ഡേവിയുടെ ചിലവിൽ വാങ്ങാനുള്ള മടി അനുരാധയിൽ പ്രകടമായിരുന്നു. എങ്കിലും ഡേവിയുടെ ഉത്സാഹത്തിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി. അതിനിടയിൽ രണ്ടാളും പല കാര്യങ്ങളും സംസാരിച്ചെങ്കിലും അതൊന്നും അനുരാധയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നതേയില്ല. എങ്കിൽ പോലും താൻ മിന്നുകെട്ടിയ പെണ്ണിൻ്റെ ഒപ്പമുള്ള ആ നിമിഷങ്ങൾ ഡേവി ആസ്വദിക്കുക തന്നെയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് വന്നതാണെങ്കിലും തൻ്റേത് മാത്രമായ ഒരു പെണ്ണ് എന്ന ചിന്ത പോലും അവനിൽ വല്ലാത്തൊരു അനുഭൂതി നിറച്ചു. തുടരും.